പോവുക, കുഞ്ഞുങ്ങൾ മരണപ്പെടുക, ഇതൊന്നും വളരെ ആരും ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് അബോർഷനായി പോയി, അത് പോയില്ലേ പോകും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 2 കോടി പരം വരുന്ന ബീജങ്ങളിൽ നിന്ന് 1 മാത്രമേ അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിക്കൂ. അന്ന് അതിന് ഈശ്വരാധീനം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ പ്രവേശിക്കുന്നത്. നമ്മുടെ അശ്രദ്ധ മൂലമോ അല്ലെങ്കിൽ നമ്മൾ വേണ്ടാന്ന് വയ്ക്കുമ്പോഴോ അത് ഒരു നെഗറ്റീവ് എഫക്റ്റിന് നമ്മുടെ കൂടെ ഉണ്ടാകും. ആ സോളം അത് നമ്മുടെ കുട്ടികളൊക്കെ ഇപ്പം എന്താ പറയുക, നല്ല രീതിയിലൊന്ന് സ്നേഹിക്കുക, കാര്യങ്ങളൊന്ന് ചെയ്യുമ്പോഴും എവിടെയെങ്കിലും ഒരു കലഹം ഉണ്ടാവും. ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുമ്പോൾ ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, അത് റിപ്പീറ്റേഷനായിട്ട് കരുതണ്ട. പല ആൾക്കാരും പുതിയ ആൾക്കാർ കാണാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ഒരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് വെച്ചോളൂ. നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഡൈനിങ് ടേബിളിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അച്ഛനമ്മ 2 കുട്ടികൾ അല്ലെങ്കിൽ 3 കുട്ടികൾ ഇരിക്കുന്നു. ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ആരെങ്കിലും ഒരാളങ്ങ് പിണങ്ങി എണീച്ച് മാറിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ